So hey guys, welcome back to my channel Mallu Marketer. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് സെഷന്റെ ഡേ 5 ആണ്. അതായത് ലീഡ് ജനറേഷൻ. സോ നമ്മൾ ആദ്യമേ ഇപ്പോൾ സെഷനിലേക്ക് ഡയറക്റ്റ്ലി പോവുകയാണ്. സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലീഡ് ജനറേഷനെ കുറിച്ചാണ്. സോ വാട്ട് ആർ ലീഡ്സ്? ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ബേസിക്സ് കഴിഞ്ഞ് വന്നവരായിരിക്കും. സോ ലീഡ്സ് എന്താണ്, ലീഡ് ഫ്ലോ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ലീഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ് റൺ ആവാൻ വേണ്ടിയും നമുക്ക് ലീഡ് ഫ്ലോ നിർബന്ധമാണ്. ലീഡ് ഫ്ലോ ഇല്ലാതെ ഒരു ബിസിനസ്സും ഗ്രോ ആവത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ഷോപ്പ് ഓണറാണ്. ഓക്കെ, നിങ്ങളൊരു ഷോപ്പ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്ന ലൊക്കേഷൻ, പ്ലേസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല വലിയ ഒരുപാട് പേര് വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഷോപ്പ് നിങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഷോപ്പ് അവിടെയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഉണ്ട്, അതല്ലേ ബിസിനസ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഓർ സർവീസ് ഉണ്ട്, അത് കൺസ്യൂമറിലേക്ക് ഞാൻ എത്തിക്കുമ്പോഴാണ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുക. അതാണ് ഏത് ബിസിനസ് എന്ന് പറഞ്ഞാലും. ഓക്കെ, സോ അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം കൂടുതലായിരിക്കും. അതിൻ്റെ കാര്യം എന്താ? മെയിൻലി കാരണം അവിടെ ഒരുപാട് ആളുകളുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യത്തില്ല. ബട്ട് ലീഡ് ഫ്ലോ കൂടുതലായതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേര് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യും അതിനകത്തുള്ളത്. കാരണം 1000 പേര് വരുന്ന ഒരു ലൊക്കാലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 100 പേര് നമ്മുടെ കിടയിൽ പർച്ചേസ് ചെയ്താൽ മതി നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി. അതേസമയം നമ്മൾ സെക്കൻഡറി നമ്മൾ നോക്കുമ്പോൾ ഒരു ആളുകളും വരാത്തൊരു, അതായത് നേരത്തെ നമ്മൾ കമ്പാരിറ്റീവ്ലി 1000 പേരുടെ കാര്യം പറഞ്ഞു. അതേസമയം ഒരു 100 പേര് വരുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് 10 പേര് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അധികം പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ബിസിനസ് റൺ ആവാൻ വേണ്ടി ലീഡ് ഫ്ലോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലുലു മോൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ലീഡ് ഫ്ലോ ഉണ്ട്. അവിടെ ലീഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ നോർമലി പ്രോഫിറ്റബിൾ അല്ലാതെ ആവും, അത് ലോസിലേക്ക് പോകും. കാരണം എന്താ, അവിടെ ലീഡ് ഫ്ലോ ഒരുപാട് പേര് അവിടെ വരുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ റേഷ്യോ ഓഫ് പർച്ചേസിങ് നടക്കുന്നത്. കൂടുതലായിട്ട് അവിടെ പർച്ചേസിങ് നമുക്ക് നടത്താൻ പറ്റുന്നത് അവിടെ ഒരുപാട് ലീഡ് ഫ്ലോ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതുപോലെയാണ് ഏതൊരു ബിസിനസ് റൺ ആവുന്നത്. സോ ലീഡ് ജനറേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നമുക്ക് നോക്കാം വേരിയസ് മെത്തേഡ്സ് ടു ജനറേറ്റ് ലീഡ്സ്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ ഒരു 5 മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഈ ഒരു 5 മെത്തേഡ് യൂസ് ചെയ്താണ് നമ്മൾ ഏതൊരു ബിസിനസ്സിലും നമുക്ക് നോർമലി ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഏതൊരു ബിസിനസ് റൺ ആക്കാനും നമുക്ക് ലീഡ് ജനറേഷൻ ഈ ഒരു സ്ട്രാറ്റജീസ് യൂസ് ചെയ്താണ് നടക്കുന്നത്. ഒന്നാമത്തെ സ്ട്രാറ്റജിയാണ്, നിങ്ങളുടെ കാണാമല്ലോ, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. സോ ഒന്നാമത്തത് ഓർഗാനിക് മാർക്കറ്റിംഗ്. ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 1 രൂപ ചെലവില്ലാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസ്, അതുപോലെ തന്നെ നോർമലി നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ റീൽസ് പോസ്റ്റ് ചെയ്യുന്നു, യൂട്യൂബിൽ ഷോർട്സ് ഇടുന്നു. ഇതൊക്കെയാണ് നോർമലി നമ്മുടെ ഫ്രീ മാർക്കറ്റിംഗ്. ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ വല്ല പൈസ ചിലവുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു റീൽ കോണ്ടന്റ് വൈറലാവുന്ന സമയത്ത് ഒരുപാട് ലീഡ്സ് നമ്മുടെ അടുത്തേക്ക് വരുന്നു. സോ ഇത് ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ്. രണ്ടാമത്തെ മെത്തേഡാണ് റീൽ മാർക്കറ്റിംഗ്. ഓക്കെ, പിന്നെ ഓർഗാനിക് മാർക്കറ്റിങ്ങിന്റെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു സിമ്പിൾ മെത്തേഡാണ്. ഓർഗാനിക് മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു 50 കോൺടാക്ട്സ് ഉണ്ട്. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം, സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കാം, ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല. സോ നിങ്ങളുടെ അടുത്തൊരു 50 കോൺടാക്ട്സ്, മിനിമം ഒരു 50 കോൺടാക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു 50 പേര് കോൺടാക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പോസ്റ്റർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് വർക്ക് ഫ്രം ഹോമിൻ്റെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസും കൊടുക്കേണ്ട, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് വർക്ക് ഫ്രം ഹോമിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോസ്റ്റർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ 50 ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതിലൊരു 10 ഫ്രണ്ട്സ് നിങ്ങളുടെ ഈ ഒരു പോസ്റ്റർ എടുത്ത് ഒരു 24 മണിക്കൂറത്തേക്ക് സ്റ്റോർ ഇട്ട് കഴിഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ലീഡ് ഫ്ലോ നിങ്ങൾക്ക് വരും. ഓക്കെ, ഈ ഒരു ഫ്രണ്ട്സിനെല്ലാം അത്യാവശ്യം നല്ല വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വ്യൂസ് ഉള്ളവരുണ്ടെങ്കിൽ അതിനകത്ത് നല്ല രീതിയിലുള്ള ലീഡ് ഫ്ലോ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതും ഓർഗാനിക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു രീതിയാണ്. ഓക്കെ, സോ ഇത് നോക്കുക, ഈ ഒരു സ്ട്രാറ്റജി കൂടെ ട്രൈ ചെയ്യുക ഓർഗാനിക് മാർക്കറ്റിങ്ങിൽ. സോ ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഓർഗാനിക്കലി ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് റീൽ മാർക്കറ്റിംഗും ഓർഗാനിക് മാർക്കറ്റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ നമ്മൾ കോണ്ടന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കൊണ്ട് ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് അല്ല, നമ്മുടെ കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഈവൻ തോ പ്രൊഡക്റ്റും പ്രൊമോട്ട് ചെയ്യാം, എന്ത് വേണമെന്ന്. നോർമലി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അവിടെ ഓപ്പൺ ആവും. കാരണം ഇൻസ്റ്റഗ്രാം പെയ്ഡ് കൊളാബറേഷൻസ് വരും. ഓക്കെ, നമ്മുടെ വേറെ പെയ്ഡ് പ്രൊമോഷൻസും കൊളാബറേഷൻസും വരും. അതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഫിലിയേറ്റ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലീഡ് ജനറേഷൻ കൂടുതലായിരിക്കും. ബ്രാൻഡിങ് അവിടെ നല്ല രീതിയിൽ ക്രിയേറ്റ് ആവും. ഓക്കെ, സോ ഒബ്വിയസ്ലി വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ റീൽ മാർക്കറ്റിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് സ്റ്റോറി പ്രൊമോഷൻസ്. നമുക്ക് ഒരുപാട് പേജുകൾ കിട്ടും, അത്യാവശ്യം നല്ല റീച്ചുള്ള പേജുകൾ കിട്ടും. ഇവരെ വളരെ അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് സ്റ്റോറി പ്രൊമോഷൻസ് ചെയ്തു തരും. ഇതൊരു പെയ്ഡ് മെത്തേഡാണ്.
സ്റ്റോറി പ്രൊമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി പ്രൊമോഷൻസ് ട്രൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റോറീസ് അവരുടെ അടുത്ത് പറയാം 24 hours സ്റ്റോറി ഇടുക, എത്ര രൂപയാണ് എന്ന് ചോദിക്കുക. അതിനുശേഷം വളരെയധികം തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ സ്റ്റോറിക്ക് വേണ്ടി കൂടുതൽ പേരും ചോദിക്കത്തുള്ളൂ. നല്ല വാട്സാപ്പ് സ്റ്റാറ്റസ് വ്യൂസ് ഉള്ള അക്കൗണ്ടുകൾ ചൂസ് ചെയ്തെടുക്കുക. ഓക്കെ, നല്ല എൻഗേജ്മെൻ്റ് ഉള്ള അക്കൗണ്ട് ചൂസ് ചെയ്തെടുക്കുക പ്രൊമോഷൻസ് കൊടുക്കുന്ന സമയത്ത്. നാലാമതായിട്ട് പെയ്ഡ് കൊളാബറേഷൻസ്. പെയ്ഡ് കൊളാബറേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് നമ്മുടെ വൈറലായി നിൽക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് അവർക്ക് എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് പേ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊമോഷൻസ് ചെയ്യുക. ഓക്കെ, അവരുടെ റീൽസിലൂടെയും അവരുടെ പോസ്റ്റുകളിലൂടെയും നിങ്ങളുടെ പ്രൊമോഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം എക്സ്പെൻസ് വരുന്നതാണ്. സോ അത്യാവശ്യം ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇത് ചെയ്യണമെന്നും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ, കൂടുതൽ പേരും കോണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. വളരെയധികം ബെനിഫിഷ്യലാണ്. നല്ല അക്കൗണ്ട് ചൂസ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യലാണ്. നല്ല ലീഡ് ഫ്ലോ നിങ്ങൾക്ക് ഇതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമതായിട്ട് അഡ്വർടൈസിങ്. നമ്മുടെ ഫേസ്ബുക്ക് ആഡ് റൺ ചെയ്തുകൊണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാം ആഡ് റൺ ചെയ്തുകൊണ്ട്, അഡ്വർടൈസിങ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലീഡ് ഫ്ലോ കൂട്ടാൻ പറ്റും. ഇതും പെയ്ഡ് മെത്തേഡാണ്. സോ ഞാനിവിടെ ഫ്രീ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. ഓർഗാനിക് മാർക്കറ്റിംഗ്, റീൽസ് മാർക്കറ്റിംഗ്. സോ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫസ്റ്റ് സെയിൽ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പെയ്ഡ് കൊളാബറേഷൻസിലേക്ക് പോകരുത്, അഡ്വർടൈസിങ്ങിലേക്ക് പോകരുത്. ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യുക, റീൽ മാർക്കറ്റിംഗ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റോറി പ്രൊമോഷൻസ് ചെയ്യുക, ലീഡ് ജനറേറ്റ് ചെയ്യുക. ലീഡ് ജനറേഷൻ ചെയ്യും മുമ്പ് മേലുള്ള സ്റ്റെപ്പുകളെല്ലാം നോക്കി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ, എങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാൻ പറ്റൂ. ഓൾവേസ് സെയിൽസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ പ്രൊവൈഡിങ് ആണ്. നമ്മളൊരു വാല്യൂ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് തിരിച്ച് നമുക്കൊരു കോസ്റ്റ് ആയിട്ട്, ഒരു എമൗണ്ട് ആയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. അതിപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് പോയി പർച്ചേസ് ചെയ്താൽ ആ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് കിട്ടുന്നത് എന്താ? വാല്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് എന്താ? അതിൻ്റെ പ്രൈസ് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ആ ഒരു വാല്യൂവിൻ്റെ പ്രൈസ് ആണ് നമ്മൾ പേ ചെയ്യുന്നത്. സോ ഓൾവേസ് ഗിവ് ആൻഡ് ടേക്ക് ആണ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എന്താണോ മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എന്താണോ മറ്റൊരാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയതിനു ശേഷം, കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മറ്റൊരാൾക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പോവുക. നിങ്ങൾക്ക് 100% നല്ല രീതിയിലുള്ള ഗ്രോത്തും റിസൾട്ടും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ സെഷൻ. വളരെ ഷോർട്ടായിട്ട് തീർത്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ 6 സെഷനാണ് വരുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ഇറ്റ്സ് മീ മല്ലു മാർക്കറ്റർ സൈനിങ് ഓഫ്.